ഒരിക്കൽ ദ്വാരകയിൽ വെച്ച് മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ ശ്രീകൃഷ്ണനോട് അല്പം അഹങ്കാരത്തോടെ ചോദിച്ചു, ഭഗവാനെ, ഈ ലോകത്ത് എന്നേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ മറ്റാർക്കാണ് സാധിക്കുക? ആ കഴിവുകളെല്ലാം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങയുടെ വാഹനമായി മാറിയത്? ഭഗവാൻ ഗരുഡനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അധികം വൈകാതെ ഭഗവാന്റെ പ്രിയപ്പെട്ട ആയുധമായ സുദർശന ചക്രം കൃഷ്ണനെ സമീപിച്ച് പറഞ്ഞു, പ്രഭു, അങ്ങയുടെ മുഖത്ത് എന്തോ ഒരു ആശങ്ക കാണുന്നുവല്ലോ. ലോകത്തിലെ മറ്റെല്ലാ ആയുധങ്ങളെക്കാളും ശക്തനായ ഞാൻ ഇവിടെയുള്ളപ്പോൾ അങ്ങ് എന്തിനാണ് പരിഭ്രമിക്കുന്നത്? അങ്ങയ്ക്ക് നേരെ വരുന്ന എന്തിനേയും ഞാൻ തകർത്തെറിയും. ശ്രീകൃഷ്ണൻ സുദർശന ചക്രത്തെയും നോക്കി മന്ദഹസിച്ചു. തുടർന്ന് അദ്ദേഹം തന്റെ അന്തപുരത്തിലേക്ക് പോയി. അവിടെ രുക്മിണി ദേവി കണ്ണാടിയിൽ നോക്കി തന്റെ സൗന്ദര്യത്തിൽ അഭിനമിച്ചിരിക്കുകയായിരുന്നു. കൃഷ്ണനെ കണ്ടപ്പോൾ ദേവി ചോദിച്ചു, ഭഗവാനെ, അങ്ങന്റെ സൗന്ദര്യം കാണുന്നില്ലേ? എന്നെ കാണാൻ സാക്ഷാൽ സീതാദേവിയെ പോലെ തന്നെയുണ്ടല്ലേ? ശ്രീകൃഷ്ണൻ പതിവ് പോലെ പുഞ്ചിരിച്ചു. മൂവരുടെയും ഉള്ളിലെ അഹങ്കാരം മനസ്സിലാക്കിയ ഭഗവാൻ അതവരെ ബോധ്യപ്പെടുത്താനായി ഒരു പദ്ധതി തയ്യാറാക്കി. ആദ്യം അദ്ദേഹം രുക്മിണിയോട് പറഞ്ഞു, പ്രിയേ, നാളെ നമ്മെ കാണാൻ ഒരു വിശിഷ്ടാതിഥി വരുന്നുണ്ട്. നീ സാക്ഷാൽ സീതാദേവിയെ പോലെ സർവാഭരണ വിഭൂഷിതയായി അണിഞ്ഞൊരുങ്ങണം. ശേഷം അദ്ദേഹം ഗരുഡനെ വിളിച്ചു, ഗരുഡ, നീ ഉടൻ പുറപ്പെട്ട് കാതങ്ങൾക്കപ്പുറമുള്ള ഗുഹയിൽ തപസ്സനുഷ്ഠിക്കുന്ന ഹനുമാനെ കണ്ടെത്തണം. അദ്ദേഹത്തോട് ദ്വാരകയിലേക്ക് വരാൻ പറയുക. വരാൻ മടി കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭുവായ ശ്രീരാമനും സീതാദേവിയും ഇവിടെയുണ്ടെന്ന് അറിയിച്ചാൽ മതി. അവസാനം ശ്രീകൃഷ്ണൻ സുദർശന ചക്രത്തോട് കൽപ്പിച്ചു, സുദർശന, നാളെ എന്റെ ദർശനം ആർക്കും ലഭിക്കുന്നില്ല. എന്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുത്. ഭഗവാന്റെ നിർദ്ദേശം ലഭിച്ചതോടെ മൂവരും തങ്ങളുടെ ദൗത്യങ്ങളിലേക്ക് തിരിഞ്ഞു. രുക്മിണി ദേവി അണിഞ്ഞൊരുങ്ങാൻ ആരംഭിച്ചു. സുദർശന ചക്രം കൊട്ടാരവാതിൽക്കൽ കാവൽ നിന്നു. ഗരുഡൻ തന്റെ ചിറകുകൾ വിരിച്ച് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ഗരുഡൻ അതിവേഗം പറന്ന് ഹനുമാന്റെ ഗുഹ കണ്ടെത്തി. ദ്വാരകയിലേക്ക് വരാൻ ആദ്യം വിസമ്മതിച്ച ഹനുമാനോട് ശ്രീരാമനും സീതയും അവിടെയുണ്ടെന്ന് ഗരുഡൻ അറിയിച്ചു. ശ്രീരാമന്റെയും സീതയുടെയും നാമം കേട്ട മാത്രയിൽ തന്നെ ഹനുമാന്റെ ഭാവം മാറി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഗരുഡന് ചിന്തിക്കാൻ പോലും അവസരം നൽകാതെ ഹനുമാൻ ദ്വാരകയെ ലക്ഷ്യമാക്കി കുതിച്ചു. തന്റെ കൺമുൻപിൽ നടന്ന അത്ഭുതകരമായ വേഗതയിൽ ഗരുഡൻ സ്തബ്ധനായി. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയവൻ താനാണെന്ന അഹങ്കാരം ആ നിമിഷം കാറ്റിൽ പറന്നുപോയി. ഇതേ സമയം ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ ശ്രീരാമനായി രൂപം മാറിയിരുന്നു. രുക്മിണി സീതാദേവിയെ പോലെ അണിഞ്ഞൊരുങ്ങി ഭഗവാന്റെ അരികിൽ നിന്നു. അവിടെ എത്തിയ ഹനുമാൻ തന്റെ പ്രഭുവിനെ കണ്ട് ആനന്ദ കണ്ണീരോടെ സാഷ്ടാംഗം പ്രണമിച്ചു. എന്നാൽ രുക്മിണിയെ കണ്ട ഹനുമാൻ സംശയത്തോടെ ശ്രീരാമനോട് ചോദിച്ചു, പ്രഭോ, അങ്ങയുടെ സമീപത്ത് നിൽക്കുന്ന ഈ സ്ത്രീ ആരാണ്? സീതാമാതാവ് എവിടെ? ഹനുമാന്റെ ചോദ്യം രുക്മിണിയുടെ ഹൃദയത്തിൽ ഒരു അസ്ത്രം പോലെ തറച്ചു. തനിക്ക് ഒരിക്കലും സീതാദേവിക്ക് തുല്യയാകാൻ കഴിയില്ലെന്ന് ആ നിമിഷം അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ശ്രീരാമരൂപത്തിലുള്ള ശ്രീകൃഷ്ണൻ ഹനുമാനോടായി ചോദിച്ചു, ഹനുമാൻ, നീ ഇവിടേക്ക് വരുമ്പോൾ ആരും നിന്നെ തടഞ്ഞില്ലേ? ഹനുമാൻ വിനയത്തോടെ മറുപടി നൽകി, എന്നെ ഒരു ആയുധം തടയാൻ ശ്രമിച്ചു പ്രഭു, എന്നാൽ അങ്ങയെ കാണാനുള്ള തിടുക്കത്തിൽ ഞാൻ അതിനെ വിഴുങ്ങിക്കളഞ്ഞു. ഹനുമാന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് സുദർശന ചക്രം തന്റെ നിസ്സഹായാവസ്ഥയും അഹങ്കാരവും ഓർത്ത് ലജ്ജിച്ചു. ഏറെ നേരം കഴിഞ്ഞ് ഗരുഡൻ ദ്വാരകയിലെത്തിയപ്പോഴേക്കും ഹനുമാൻ മടങ്ങിപ്പോയിരുന്നു. തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി തലകുനിച്ചു നിന്ന മൂവരോടുമായി ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അസാധാരണമായ കഴിവുകളുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അതിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. കാരണം ഈ ലോകത്തിൽ നിങ്ങളെക്കാൾ കഴിവുള്ളവരും ശക്തരുമായവർ എപ്പോഴും ഉണ്ടാകും. വിനയമാണ് ഏറ്റവും വലിയ ശക്തി.